ജോലിക്കണം, നല്ലൊരു ഒറ്റെണ്ണം ഇങ്ങോട്ട് സഹായിക്കാനായിട്ട് വരില്ല. എല്ലാം നമ്മൾ തന്നെ ഒറ്റയ്ക്ക് ചെയ്യണം. എന്നിട്ട് സമയത്തിന് തന്നെ ഫുഡ് കിട്ടിയേ വേണം എല്ലാവർക്കും. ശിവാ, ശിവാ, ശിവോയ്, വിളിച്ച് തൊണ്ട പോയി എന്റെ. നിങ്ങളൊക്കെ വിളിച്ചു വിളിച്ച ഈ തൊണ്ടവേന മാറാത്തത്. എന്താ നിന്നെയൊക്കെ വിളിച്ചാൽ മാത്രം ഇങ്ങോട്ട് വരുവുള്ള. ഒന്ന് സഹായിച്ചൂടെ അടുക്കളയില്? വന്നല്ലോ, എനിക്ക് കാര്യം പറയ്. നീ പറഞ്ഞാലേ ചെയ്യുവുള്ള. എന്താ? ഒന്നുമില്ല, ഇവിടെ കിടന്ന് ഉറങ്ങിക്കോ. എന്നെ സഹായിക്കണം, അത്രയല്ലേ ഉള്ളൂ. ഞാൻ പാത്രം കഴുകി തരാം, പോരെ? പാത്രം കഴുകാൻ വൃത്തിയായിട്ട് കഴുകാൻ പറ്റുമെങ്കിൽ മാത്രം പാത്രം കഴിയാൻ മതി. ശരി, വൃത്തിയായിട്ട് കഴുകാം. അമ്മ ചായ. അമ്മ കായ എടുത്തു കുടിച്ചോ നിനക്ക്. ചായ ചായ ഇനി കാണിച്ചു തരണോ അല്ലേ? അമ്മ ചൂടാറിയിട്ടത്. അമ്മ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? അമ്മ എന്താന്ന് വെച്ചാ അമ്മ എന്തിനാണ് അടുക്കള പണിക്ക് എന്നെ മാത്രം വിളിക്കുന്നത്? ഇവിടെ ചേട്ടനില്ലേ, അല്ലെങ്കിൽ കേശുല്ല, അവരെ വിളിച്ചൂടെ? ഇവരാരും അല്ലെങ്കിൽ അച്ഛനെ വിളിച്ചൂടെ? വെറുതെ ഇരിക്കുമല്ലോ അച്ഛൻ ഇവിടെ. അല്ല, ഒന്നുമില്ല. അതിനിപ്പോ വെറുതെ ഇരിക്കുവാണെങ്കിലും അല്ലെങ്കിലും അമ്മ വിളിച്ച അച്ഛൻ അമ്മ ഹെൽപ്പ് ചെയ്യാനായിട്ട് വരുമല്ലോ. പിന്നെ ഇപ്പൊ വെറുതെ ഇരിക്കുവാതേ ഉള്ളൂ. ഇത്തിരി വർക്കൊക്കെ കിട്ടിയ പിന്നെ അച്ഛൻ ഫുൾ ബിസി അല്ലേ അച്ഛാ? ചേട്ടാ ചായ എടുത്തു കൊടുത്തേ. അയ്യോ, വെറുതെ ഒഴിച്ചു കൊടുത്താ പോരാ, അത് ചൂടാറി, അത് ചൂടാക്കി കൊടുക്കണം. എന്തോ അച്ഛന് ചായ ചൂടിന്റെ ആവശ്യം? എനിക്ക് നല്ല ചൂട് വേണം, നല്ല ചായ കുടിക്കാൻ പറ്റും. ചൂടാക്കടാ, നല്ല തിളച്ച ചായ എടുക്കാം. അമ്മ ഞാൻ ചോദിച്ച ചോദ്യം അതിന് ഉത്തരം താ അമ്മ. എന്താണ്? ഈ വീട്ടില് ഇത്ര ആമ്പിളേരുണ്ടായിട്ടും അല്ല, അച്ഛൻ പുരുഷനാണല്ലോ, പുരുഷച്ഛൻ. ഈ പുരുഷച്ഛനെയും കൂട്ടി 3 ആമ്പിളേരുണ്ടായിട്ടും എന്തിനാണ് ഈ സ്ത്രീ ആയ എന്നെ, സ്ത്രീയല്ല സ്ത്രീ ആയിക്കൊണ്ടിരിക്കുന്ന ബാലിക എന്നെ മാത്രമേ അടുക്കള പണി ചെയ്യാനായിട്ട് വിളിക്കുന്നേ? ഇതുണ്ടല്ലോ അമ്മ, നോക്കി നോക്കി, പരമ്പരാഗതമായ കോൺസെപ്റ്റ് ആണ്. ശരിക്കും പറഞ്ഞ അമ്മയാണ് ഇതിനെല്ലാം ഉത്തരവാദി. അമ്മ ഒരൊറ്റ ആളാണ്. സ്ത്രീകൾ തന്നെയാണ് സ്ത്രീകളുടെ ഏറ്റവും വലിയ ശത്രു. അത് അമ്മയ്ക്ക് അറിയോ? എന്റെ പൊന്നോ, ഇതൊക്കെ വളർന്ന് വലുതാകുമ്പോണ്ടല്ലോ ഈ ലോകത്തിനടുത്ത് കീഴ്മേ മറിച്ചോളാം. ഇതാണ് പ്രശ്നം. ഇത്രയുള്ള കാര്യം സ്ത്രീകൾ എന്തെങ്കിലും പറഞ്ഞ തിരിച്ചാണുങ്ങൾക്ക് പറയാനുള്ള ഒരേ ഒരു ആയുധാണ് ഇപ്പൊ പറഞ്ഞ കാര്യം. അവരെ ഈ ലോകത്തിന്റെ വിനാശകാരികളായിട്ട് സൃഷ്ടിക്കുക. പ്രശ്നം തീർന്നില്ല, അങ്ങ് ചിത്രീകരിച്ച. ഓ കുരുട്ട് സ്ത്രീയെ. അച്ഛാ, ഇതൊക്കെ നമ്മൾ കേട്ടിട്ട് മടുത്തല്ലേ? അമ്മ രാവിലെ കഴിക്കാൻ എന്താ ദോശ തന്നെ? ആരോന്ന് ദോശയാണ്? ഇന്ന് പുട്ടാണ്. അല്ല, പുട്ടുണ്ടാക്കാനായിട്ടാണ് പൊടി നനച്ചത്. പക്ഷെ വെള്ളം കൂടി പോയത് കൊണ്ട് അത് വെച്ച് ദോശ ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ, അപ്പം ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ പിന്നെ ആ പൊടി മാറ്റി വെച്ചിട്ട് ദോശമാവ് ഇരുന്നത് കൊണ്ട് ദോശ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ മുഷിയ സ്ത്രീ പിന്നെ വീണ്ടും മുഷിയ സ്ത്രീ ആയി. അമ്മ ഉച്ചക്ക് എന്തോന്നു? ചോറ്, മീൻകറി. ചോറ് മീൻകറി. പച്ചക്കറി വെച്ച് മീൻകറി ഉണ്ടാക്കാൻ ഞാൻ പഠിച്ചിട്ടില്ല. വേണമെങ്കിൽ കഴിച്ചാൽ മതി, എനിക്ക് നിർബന്ധമില്ല എല്ലാരും കഴിക്കണമെന്ന്. എനിക്ക് പറ്റുന്നില്ല, എനിക്ക് വല്ലതും കഴിച്ചു പറിക്കണം, എനിക്ക് പറ്റുന്നില്ല. പറ്റില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യ്, ചിക്കൻ മേടിച്ച് തന്നെ കറി വെച്ച് കഴിച്ചോ, എനിക്ക് ഒരു പരാതിയില്ല. അച്ഛാ, ഇത് വെല്ലുവിളിയാണ്. ഇനി ചിക്കൻ കഴിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും ചിക്കൻ റോസ്റ്റ്. ആര് വെല്ലുവിളിച്ച്? എന്നെ ആരും വെല്ലുവിളിച്ചൊന്നുമില്ല. ഓ, വെല്ലുവിളിച്ചാ ഇപ്പൊ കൊണ്ടുവന്ന് ചിക്കൻ കൊണ്ടുവന്ന് മറിക്കും. നോക്കിയോ, ഇന്ന് ഇവിടെ അടുപ്പില് ചിക്കൻ തിളങ്ങി. നല്ല നാടൻ ചിക്കൻ കിടന്നേ. നാടന്റെ പൈസ അച്ഛന് പൈസ ഒരു വിഷയമല്ല. നാടൻ ചിക്കൻ കുട്ടമ്പിള പൈസ അട്ടി അടിക്കി വെച്ചിട്ടില്ല ഇവിടെ. അങ്ങനെയാണ് മോട്ടിച്ച് സമ്പാദിച്ച് അട്ടി അടിക്കി വെച്ച് ഞാൻ കൊടുക്കാതെ. എന്നെ ഞാൻ വിളിക്കും, എന്റെ അച്ഛനെ വിളിക്കുന്ന ഓരോ നിമിഷം ഞാൻ നിങ്ങളെ അച്ഛനെ വിളിച്ചോണ്ടിരിക്കണ്ട്. നിങ്ങൾ കേൾക്കണില്ല എന്ന് മാത്രമേ വിളിക്കരുത്. ചിക്കൻ ചിക്കൻ വർഷങ്ങളായിട്ട് പണിയെടുക്കും, ഒരിടത്ത് എത്തണമില്ല. നീ ഞാൻ മനസ്സിലാക്കണം, അല്ലെങ്കിൽ പണിയാൻ തരുന്ന ആൾക്കാർ മനസ്സിലാക്കണം. അപ്പൊ ഞാൻ തിരികെ അച്ഛോ അച്ഛാ പോവാ പോവാ എവിടെ? നാടൻ കോഴി കറി വെക്കണ്ട അച്ഛാ. നിങ്ങൾ സീരിയസ് ആയിട്ട് എടുത്താ ഒരാഴ്ച എന്റെ പൈസ ഒന്നുമില്ല. അച്ഛാ കഷ്ടമുണ്ട് അച്ഛാ. അച്ഛൻ നാടൻ കോഴിക്കറി കഴിക്കാനായിട്ട് കൊതിയാവണം അച്ഛാ. വേറെ ആരും അങ്ങനെ ഉണ്ടാക്കൂല, അതല്ലേ? വേറെ ആരും അങ്ങനെ ഉണ്ടാക്കില്ല. ചെത്തക്കൊമ്പി കയറ്റല്ല, ഒടിഞ്ഞു വീണ് നടുവഴി പൊളിക്കണ്ടെന്ന്. പിന്നെ അടിച്ചു പൊളിച്ചോ, ആരോ പൊളിക്കണ്ടെന്ന് പൊളിച്ചോ. നാടൻ കോഴി മേടിക്കണല്ലോ. അപ്പൊ അതെന്തര്
അതിന് മേടിക്കാതെ നമ്മള് നാടൻ കോഴിക്ക് എത്ര രൂപ പൈസ ഇല്ലടാ. ഈ അച്ഛന്റെ കാര്യം വെറുതെ മനുഷ്യനെ കൊതിപ്പിക്കാനായിട്ട്. അതെ, ഇതാണ് എല്ലാവരും പറഞ്ഞ അച്ഛന്റെ വാക്ക് വിശ്വസിക്കാൻ പാടില്ല. സത്യം. എപ്പോഴും പറയല്ലോ പിള്ളേർ ആഗ്രഹം സാധിച്ചു കൊടുക്കണം, മക്കൾ ആഗ്രഹം സാധിച്ചു കൊടുക്കണം. എന്നിട്ട് ഇപ്പൊ എന്തേ ആഗ്രഹം സാധിച്ചാ മതിയല്ലോ. ആ മതി. നാളെയോ അടുത്ത ആഴ്ചയോ അടുത്ത മാസോ അടുത്ത വർഷമോ അടുത്ത ജന്മം എപ്പോഴെങ്കിലും സാധിച്ചെന്നാ പോരെ. അടുത്ത ജന്മോ പിന്നെ ഇതൊക്കെ നീണ്ടു പോണത്. ഇനി ദിവസം എനിക്കൊരു മൂഡ് കാണത്തില്ല. അരക്കൈ നോക്ക മക്കളെ പൈസ ഇല്ല പിന്നെ അരക്കയാക്കണ മുഴുവൻ നോക്കൂലേ. അച്ഛനാ പിന്നെ നാടൻ കോഴി വേണ്ട, നിങ്ങക്ക് ബ്രോയിലർ കോഴിയെ വാങ്ങാം. ബ്രോയിലർ കോഴിയൊന്നും വേണ്ട, നാടൻ കോഴി മതി. എന്തിനായിരുന്നാലും എന്റെ പൈസ ഇല്ല. അത്രയും പോലും കാശില്ല അച്ഛൻ്റെ മക്കളെ ഈ കോവിഡ് സമയമൊക്കെ ഇല്ലേ, ബിസിനസ് ഒക്കെ ഡള്ളാ. ആ അതാണ് ബിസിനസ് ഒക്കെ ഭയങ്കരമായിട്ടുള്ള കോടിക്കണക്കിന് ആസ്തിയുള്ള ബിസിനസ് അല്ലായിരുന്നാ, എല്ലാം വെള്ളത്തിലായി കോവിഡ് വന്നോണ്ട്. എനിക്ക് പാളിയാടുന്നു. നിങ്ങക്ക് വേറെ പണിയൊന്നും ഇല്ലേ? നിങ്ങൾ അച്ഛൻ ഈ വാചകോടി മാത്രമേ ഉള്ളൂ, നിങ്ങൾക്ക് അറിയാൻ പാടില്ലേ? അല്ല അമ്മ അങ്ങനെ അച്ഛനെ അങ്ങ് കൊച്ചാക്കൊന്നും വേണ്ട. അച്ഛൻ ഒരു ജോലിക്ക് പോയിട്ട് 50,000 രൂപ ഉണ്ടെന്ന് അമ്മയ്ക്ക് ഓർമ്മയുണ്ടോ? എന്നിട്ട് വെറും 4 ദിവസം കൊണ്ട് അടിച്ചു തീർത്ത് കാശ് വീശി എറിയായിരുന്നല്ലേ. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്താ അതിന്റെ ഉപകാരമോ സ്മരണയോ ഈ പടവലം കൂട്ടുകാർക്കില്ല. അപ്പൊ എന്റെ ദൈവമേ, എന്നോ എപ്പോഴോ ഒരു 50,000 രൂപ അച്ഛനും ഇവിടെ കൊണ്ടുവന്നിട്ട് 4 ദിവസം കൊണ്ട് അച്ഛനും മക്കളും കൊണ്ട് അടിച്ചു പൊളിച്ച് ആ പൈസ ഒക്കെ തീർത്ത്. എല്ലാ മാസവും 45,000 50,000 കറക്റ്റായിട്ട് ഇവിടെ കൊണ്ടുവരണ എനിക്ക് ഒരു വിലയില്ല. ആ പൈസ ഇല്ല, നിങ്ങൾ എണ്ണിയെ തീരൂല ഞാൻ കൊണ്ടുവരുന്ന കാശ്. 50,000 രൂപ കൊണ്ടിട്ട് ആർക്കും ഇല്ലാതെ ഒരു പ്രയോജനമില്ല, അടിച്ചു പൊളിച്ച് തീർത്തിട്ട് വലിയ കാര്യം പറയണം. ആർക്കും പ്രയോജനമില്ല. കൈവിട്. ആ പൊന്തം കൈ വെച്ച് എന്റെ കൈ പിടിക്കുന്നത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളൂ. കൈവിട്. 50,000 ആർക്കും പ്രയോജനപ്പെട്ടില്ലേ? ഇല്ല ഇല്ല. ആ പൈസ 1,500 സാരി വാങ്ങിച്ചത്. ആ സാരി അശോ, അതിന്റെ കളർ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഒറ്റ പ്രാവശ്യം എടുത്തുള്ളൂ, പിന്നെ എടുത്ത് അലമാരി വെച്ച് ഞാനത് കഴിയിട്ട് പോലുമില്ല. ശരി പോട്ടെ, നന്ദി വേണ്ട. അന്നത്തെ ദിവസം ടാക്സി പിടിച്ച് എവിടെയൊക്കെ പോയി? മറൈൻ ഡ്രൈവ് പോയാ? സിനിമ കണ്ടാ? മാളിക്കറിയാ? തിരിച്ചൊരാടുത്ത് 3 സ്റ്റാർ ഹോട്ടലിൽ കയറി നിനക്കൊക്കെ വയറ് നിറച്ച് ആഹാരം വെച്ചെന്നാ? അതെന്താ ആ പൈസക്കല്ലേ? ഞാൻ എത്രയോ പ്രാവശ്യം മറൈൻ ഡ്രൈവിൽ കൊണ്ടുപോയിട്ടുണ്ട്, മാളിൽ കൊണ്ടുപോയിട്ടുണ്ട്, സിനിമയ്ക്ക് കൊണ്ടുപോയിട്ടുണ്ട്, ഫുഡ് വാങ്ങിച്ചു തന്നിട്ടുണ്ട്. എത്രയോ പ്രാവശ്യം. അതിനൊന്നും കണക്കില്ല. ശരി പോട്ടെ. പൈസ ആയിട്ട് എന്റെ 3-ാമത്തെ ദിവസം ടാക്സി പിടിച്ച് പടവലത്ത് വെച്ച് നിന്റെ അച്ഛനും അമ്മയ്ക്കും ഇഷ്ടമുള്ള വസ്ത്രം എടുത്ത് കൊടുത്തില്ലടി? ആ അത് ഞാൻ പറഞ്ഞാ. ഇവിടുന്ന് ടാക്സിയും വിളിച്ച് എന്റെ വീട്ടിൽ ചെന്ന് എന്റെ അച്ഛനമ്മയ്ക്ക് ഡ്രസ്സൊക്കെ എടുത്ത് കൊടുത്തിട്ട് അച്ഛനമ്മയുടെ അടുത്ത് പുകച്ച കാണിക്കാൻ ഞാൻ പറഞ്ഞാ? ഞാനൊന്നും പറഞ്ഞിട്ടില്ല. കണ്ടാ, ഇതാണ് പെണ്ണെന്ന് പറഞ്ഞ വർഗം. എന്തേ ഇവിടെ പഠിപ്പിച്ച് പറഞ്ഞല്ലേ? എടി പെണ്ണെന്ന് പറഞ്ഞ വർഗത്തിലുണ്ട് നല്ലതുകൊണ്ട് ചീത്തയുണ്ട്, ആണെന്ന് പറഞ്ഞ വർഗത്തിലുണ്ട് നല്ലതുകൊണ്ട് ചീത്തയുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ നല്ലത് ആണെന്ന വർഗത്തിലാണ്. അത്ര രണ്ടും കൂടെ കയറി പഠിപ്പിക്കുന്നില്ലേ? അച്ഛോ ഈ പഴയ കാര്യമൊക്കെ ഇവിടെ ഈ നാടൻ കോഴിയുടെ കാര്യത്തിൽ ഇവിടെ നാടൻ കോഴിയുടെ പൂട മേടിക്കാൻ പോലും അച്ഛനെ കൊണ്ട് പറ്റില്ല. വെറുതെ എന്തിനു സമയം കളയണം? പോ ചെല്ലി വേറെ എന്തെങ്കിലും കാര്യം അച്ഛനെ കൊണ്ട് പറ്റുമോ? 1 2 3 4 5 50 രൂപ ഉണ്ട്. 50 100 ഗ്രാം വാങ്ങിക്കാം. 100 ഗ്രാം 100 കിലോ വാങ്ങിക്കോടി. വാങ്ങിക്കോ. ഇപ്പൊ അച്ഛൻ കണ്ടത് ഇപ്പൊ വലിച്ചൂരിക്കൊണ്ട് വരും കാശ്. ഓ പിന്നെ കമത്തിക്കൊണ്ട് വരും കാശ്. അച്ഛനെ കാണോ? അല്ലെങ്കിൽ അച്ഛൻ ഇങ്ങനെ പോകത്തില്ലല്ലോ. കമത്തിക്കൊണ്ട് വരുവാടാ കാശ്. 60 രൂപ 60 രൂപ 110 110. ആ 110 ഒരു തരാം, 110 ഒരു തരാം, 110 2 തരാം, 110 2 തരാം, 110 2 110 മാത്രമേ ഉള്ളൂ. 110 മുകളിലില്ല. 700 രൂപ വേണം മക്കളെ. എടുത്തല്ലേ വേണ്ട പിടിയാ ചേട്ടാ. ഇത്രടാ. അച്ഛന്റെ സമ്പാദ്യം 110, മോന്റെ സമ്പാദ്യം 90. അച്ഛന്റെ സമ്പാദ്യം 110, മോന്റെ സമ്പാദ്യം 90. അവിടെ തീർന്നു, ഇനിയൊന്നും ഇല്ല, കാലി. പോരട്ടെ. എല്ലാം കൂടെ എത്രയായി? നീ എത്ര 90 200 രൂപയായി. മുടിയാ നിന്റെ ഇതെല്ലാം ഞാൻ പ്രതീക്ഷിച്ചത്. അച്ഛന്റെ മോന്റെ സമ്പാദ്യം 200. അതാണ് ഞാനൊരു 30 രൂപ എന്റെ ഷർട്ട് എടുത്തിട്ട് നനയ്ക്കാൻ നേരത്തെ എടുത്താൽ. അയ്യോ അത് 30 രൂപ ഉണ്ടായിരുന്നുള്ളൂ. അത് നനയണ്ടല്ലോ. 300 300 30,000. 30 ഇപ്പൊ അങ്ങോട്ട് വന്നേക്കാം, പ്രശ്നം തീരുമല്ലോ. അയ്യാടാ പണം എടുത്തു പറയും. നോക്കാട്ടെ. 90 രൂപ ഉള്ളല്ലേ? എന്റെ 90 ഉള്ളു. ഇപ്പൊ കൊറോണ സമയല്ലേ? കൊറോണ അല്ലെങ്കിൽ കുറെ ഉണ്ടായിരുന്നു എന്റെ 30 230 ടോട്ടൽ സമ്പാദ്യം 230. ബാലചന്ദ്രൻ സമ്പാദ്യം
ചെറുക്കനെ കൊച്ചുണ്ടല്ലോ എന്നെ ചതിക്കില്ല. മക്കളെ എടുത്താൽ വാടാ, കൊണ്ട് ഏറി ഇവിടെ കൊണ്ട് ഏറി. 1 രൂപ അല്ലെങ്കിൽ 2 രൂപ 1 രൂപ. ആ അത് തന്നെ ഞാൻ പറഞ്ഞില്ലേ, 1 രൂപ അല്ലേ. ഇതെടുത്തിട്ട് അച്ഛനും മക്കളും റോഡിലോട്ട് ഇറങ്ങാം, ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും കിട്ടു തരും, അത് കൊണ്ടുപോവാം. തട്ട് ഞാൻ പറഞ്ഞില്ലേ, 1 2 രൂപ, അത് 10 രൂപ ഉണ്ടാവും ചിലപ്പോ. നോട്ടോടെ ഉണ്ടാവിടെ എടുക്കട്ടെ. അതെ എത്ര 1 2 3 4 5 6 എല്ലാം ഒന്നിനാണെന്നില്ല, രണ്ടും കാണും. 9 9 9 10 11 12 13 14 15 16 16 20 16 20 40 60. ഇത് എത്ര 16 16 20 എത്രയായി? 100 100 ആ അച്ഛാ 100 രൂപ. ആ അപ്പൊ എത്രയായി? 300 ടോട്ടൽ 330. അച്ഛന്റെ മക്കളുടെ സമ്പാദ്യം 330. 100 കിലോ ഇറച്ചി, നാടൻ കോഴിയുടെ ഇറച്ചി 100 കിലോ, 330 രൂപ സമ്പാദ്യം. അവിടെ എന്താ നോക്കിയേ. നിന്റെ അന്ന് വേണ്ടേ? അച്ഛാ ഞാൻ ഇപ്പൊ എടുത്തോണ്ടിരിക്കും സാധനം, ഇപ്പൊ എടുത്തോണ്ടിരിക്കാതെ. പിടി. ഇറക്കി അടങ്ങൂല. ക്യാഷ് ഒന്നിന് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാ ആ അപ്പൊ ഇറച്ചി നിന്നുകൊണ്ട് മര്യാദ ഇരിക്കും. അവിടെ സമ്പാദിച്ചു വെച്ചാൽ അതെ അച്ഛന്റെ കോപ്പർ ഇത് തോരൻ വെച്ച് കഴിച്ചാൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ആന്നോല്ലേ, ഇത് കാശ് കിട്ടും. അല്ല അച്ഛന്റെ അവസാന കണ്ണിയാ ഇതെന്ന് അറിയാം. അതെ അതും എടുത്താടെ. ചിക്കൻ അച്ഛാ, നാടൻ ചിക്കൻ. കഷ്ടം, വിറ്റ് തിന്നേണ്ട അവസ്ഥയായി. കുടിക്കണ്ട, ചെല കുടിക്കണ്ട. ചേട്ടാ 1 രൂപ. കുട്ടമ്പളരെ മോക്ക് ഒരു കഷ്ണം ചിക്കൻ തരില്ല, ഒരു കഷ്ണം ചിക്കൻ വേണ്ട. പോയിട്ട് വാച്ചാ. ചെലച്ചാ അവിടെ കുറച്ച് സാധനങ്ങളുണ്ട്, അതുകൂടെ കൊണ്ടുപോയി കുറച്ചും കൂടെ വാങ്ങിക്കാം. വാടി. ഇതുവരെയായിട്ടും വരാത്തെ ആർക്കറിയാം, ഇനിയിപ്പോ നാടകോയി കിട്ടാത്തൊരു പിന്നെ നാടകോയി തപ്പി പോയി കാണുമോ? അതാവില്ല. എനിക്ക് തോന്നുന്നതേ ചിലപ്പോ ഈ കോപ്പർ വിറ്റിട്ടും പൈസ കഴിഞ്ഞിട്ടുണ്ടാവില്ല. അത് അധികം ഇല്ലല്ലോ. അച്ഛൻ കോഴിനെ കാത്തിരിക്കണ ആർത്തി മാറൂലേടെ? എത്ര കഴിച്ചാലും ആർത്തി മാറൂലേ നിന്റെ? അല്ലമ്മ, അത് ബ്രോയിലർ കോഴി, നാടൻ കോഴിയല്ലേ. എന്റെ അമ്മ, ഈ ആർത്തിയാണ് കുട്ടികളുടെ സഹജഭാവം, അറിയോ? ആർത്തി മാത്രല്ലേ ഉള്ളു, വേറെ ഒന്നും ഇല്ലല്ലോ. അച്ഛനിപ്പോ വരും, അത് കഴിച്ചോളാം ഞങ്ങൾ വന്നിട്ട്. കോഴിയെ കാത്തിരുന്നാ മതി, കിട്ടും. അച്ഛൻ വരും. അച്ഛൻ വരും, കോഴി വരില്ലെന്ന് ഞാൻ പറഞ്ഞു. ആകാശത്തുനിന്ന് ഓരോ പൈസ അടിച്ചു മാറ്റുന്ന ആളാണ് അച്ഛൻ. അടിച്ചു മാറ്റുമല്ലേ? അല്ലല്ല, ആകാശത്ത് ഓരോ പൈസ ഉണ്ടാക്കി എടുക്കുന്ന ആളാണ്. വേണമെങ്കിൽ പൈസ ഉണ്ടാക്കി എടുക്കും. എത്ര കോഴി മേടിക്കുന്നുണ്ട്? എത്ര കോഴി മേടിക്കും? 1 കോഴി മേടിക്കുന്നുള്ളൂ. അതെന്താ 100 കിലോ എന്നൊക്കെ പറയണ്ട. വേണമെങ്കിൽ അച്ഛൻ മേടിച്ചോണ്ട് വരും. അച്ഛൻ വിചാരിച്ച ഒരെണ്ണം മേടിക്കാൻ വേണ്ടി തപ്പിയ പാത്രങ്ങളുടെ എണ്ണ എനിക്കറിയാം. അത് വാച്ചാ കണ്ടാ കണ്ടേ കുട്ടമ്പളരെ മോളെ കോഴി. അയ്യോ, ഞാൻ കോഴി ആദ്യമായിട്ട് കാണുക. നോക്കട്ടെ, കോഴി നോക്ക്. ഇതെന്താ ഇങ്ങനെ കട്ട് ചെയ്ത് മേടിച്ചിട്ട് വന്നേ? കട്ട് ചെയ്തിട്ട് മേടിച്ചിട്ട് വന്നാ പോന്നേ? കട്ട് ചെയ്ത് മേടിച്ചു കഴിഞ്ഞാൽ അമ്മ തൊലിയെല്ലാം കുരിച്ചങ്ങ് എടുക്കും. നാടൻ കോഴിയാണ്. ഇതിനെ കൊന്ന് ചൂടുവെള്ളത്തിൽ മുക്കി എടുത്ത് മൊത്തം പിന്നി പക്കി ഒക്കെ ചെയ്യണം. തൊലി കളയരുത്. ഉള്ള കാര്യം ഞാൻ പറയാം. ആര്? നീ ചെയ്യണം. ഞാൻ വെച്ചിട്ട് കോഴി കഴിച്ച്. കോഴി കഴിച്ചു? അല്ല, കോഴിയല്ല, നിങ്ങൾ കഴിച്ചു. കോഴി എല്ലാം കണക്കെന്നെ. കോഴി കഴിച്ചത് ഉദ്ദേശിച്ച് എന്നെ പറ്റിയാണ്. കോഴികള് അല്ല. നല്ല കോഴി അച്ഛാ. എടാ ഇത് എത്ര രൂപ എന്നറിയാതെ? തമിഴ്നാട്ടില് കോഴി അങ്കം ചെയ്യണ കോഴിയാണ്, ഫൈറ്റ് ചെയ്യണ കോഴിയാണ്. അപ്പൊ ഇറച്ചി നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ അല്ലാതെ തള്ളല്ലേ കോഴിയെ കൈ വെച്ചിട്ടുണ്ട്. കയ്യിന്ന് വിട്ടുപോയിച്ചാ. അച്ഛൻ കയ്യിന്ന് വിട്ടുപോയിച്ചാ. സോറി ചാ. ഇപ്പൊ എന്ത് ചെയ്യും? എന്ത് ചെയ്യും? കോഴി കിട്ടിയില്ലേ മുടിയെന്നുള്ള ഞാൻ സ്വഭാവമാണ് കേട്ടോ. ചിരിക്കാണ് കുട്ടമ്പളരെ മോളെ. കോഴിയെ കിട്ടിയ പരിപാടി
ചെറുക്കൻ കോഴി പിടിച്ചത്. അവനെ കൊറ. മക്കളെ കൊടു. എന്നാണ് ചേട്ടാ കോഴിയൊക്കെ എന്തിനാ കിതക്കണ കാശു? സ്റ്റാമിന ഒട്ടും തട്ടാ കാശു. പറയൂ. എന്റെ കോഴി എനിക്ക് കിട്ടിയില്ല തള്ളി ഞാൻ നീ നേരത്തെ ഭ്രാന്ത് നടക്കും. അവക്കെന്തോ പറയാനുണ്ട്. കേള് മക്കളെ പറ. ഇത്രയും നാള് ഞാൻ ചേട്ടന് ഒന്നും ചെയ്തിട്ടില്ല. കാരണം ചേട്ടൻ എനിക്ക് ഒരു അച്ഛനെ പോലെ ആയിരുന്നു. പക്ഷെ ഇത് എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല. എന്റെ കോഴിയെ കളഞ്ഞേന് ഇനി മേലെ കോഴിയെ പിടിച്ച കൊല്ലി ഞാൻ. മാർഗമുള്ളൂ. കല്ലെടുത്തെറിഞ്ഞ കാലോടിക്കാം. എന്റെ ചിക്കൻ കാലുള്ള തൊട്ട അമ്മ ചിക്കൻ കിട്ടാണ്ട് ഭ്രാന്തായതാ. എന്റെ കോഴിയുടെ കാലം എന്റെ എനിക്ക് കോഴി കിട്ടില്ല. എടാ പന്ന മുടിയാ. എണ്ണി പറക്കിലാണ് പൈസ ഉണ്ടാക്കിയത്. അവളെ കൊടുക്കപ്പെട്ടിച്ച് എന്റെ അടുത്ത പൈസ എടുത്ത് ഞാൻ കള്ളം പറഞ്ഞ് 30 രൂപ വാങ്ങിച്ച് എന്റെ കോപ്പറ എടുത്ത് വിട്ടില്ലടാ. എന്റെ കോപ്പറ വിട്ടില്ലടാ. നീ എന്ത് ചെയ്യും? നീ എന്ത് ചെയ്യും? കമ്മിത്തിരിട്ട് കാര്യമില്ല. ചെറുക്കൻ വയലന്റ് ആവും. നിന്നെ അവസരം നീ ഉറങ്ങണമെന്ന് രാത്രി മണ്ടടിച്ച് പോകുന്നവൻ. അവന്റെ കോഴിയാണ് പോയിക്കണം. അഭിനയം പോയി കോഴിയെ നോക്കുന്നേ. ഞാൻ കാര്യം പറയട്ടെ. ഇതാണ് നമ്മുടെ ഏരിയ. കോഴി ഇത്. കോഴി ഇങ്ങനെ പോണെങ്കിൽ കേശു ഇവിടെ ഉണ്ട് കേട്ടോ. കോഴി ഇവിടെ ഉണ്ട്. ശ്രദ്ധിക്കണ്ട. കേശു 40 ഡിഗ്രി ഇങ്ങനെ പോണം. അപ്പൊ മുടിയൻ 60 ഡിഗ്രി ഇങ്ങനെ വരും. അപ്പൊ ശിവ 90 ഡിഗ്രി ഇങ്ങനെ പോണം. ഞാനറിയില്ല വരുന്നു. പിന്നെ ഞാനും അത് ചോദിച്ചായിരുന്നു. 90 ഡിഗ്രി പുറത്തു നോക്കുമ്പോ നേരെയല്ലേ. പക്ഷെ 60 ഡിഗ്രി 40 ഡിഗ്രി ഓടുന്ന ആൾക്കാർക്ക് 90 ഡിഗ്രി ചരിഞ്ഞാണ്. കോഴി വരിക പിടിക്കുക. അവൻ ഇനി നീ കോഴിയെ കൊണ്ടെടുത്ത് നോക്ക്. അവൻ ഇനിയും കളഞ്ഞു. എന്റെ ആയിരുന്നു ഞാൻ പറഞ്ഞത്. ചേട്ടനെ പിടിക്കണ കോഴി പിടിക്കാം. ആരും വരണ്ട. ഒറ്റയ്ക്ക് പോയി കോഴി പിടിക്കാൻ നോക്കും. ഇനി ആരും വേണ്ട. ഞാൻ ഒറ്റയ്ക്ക് പോയാ പോയി തീർത്താ. കോഴി വിളിക്കണ. അതായത് കോഴിയുടെ മാനസികാവസ്ഥ അറിയാന്നുള്ള ആള് പോയാലേ കോഴി പിടിവരുള്ളൂ. കോഴിയുടെ മാനസികാവസ്ഥയും പിടിക്കാൻ പോണ മാനസികാവസ്ഥയും ഒന്നായിരിക്കണം. നമ്മൾ ശത്രുവാണെന്ന് കോഴിക്ക് തോന്നരുത്. തോന്നി കഴിഞ്ഞാൽ അവിടെ നൈസായിട്ട് വിളിക്കണം. നൈസായിട്ട് വിളിച്ച് നമ്മളെ അടുത്തെത്തിച്ച് ഒരു കോഴിക്കല്ല മറ്റൊരു കോഴിയുടെ മാനസികാവസ്ഥ മനസ്സിലാവും. ഈ സമയത്ത് ഒരു അടി അടിക്കുന്നത് കണ്ട കോഴിക്കറിക്ക് ഇവിടെ ആരുമില്ല. അല്ലെങ്കിൽ വറ്റ അടിക്കാൻ തീർത്തണം. ഒരു കാര്യം ചെയ്യും. ഉള്ളിയും മുളകും ഇഞ്ചിയൊക്കെ അരിച്ച് പോയി എല്ലാം റെഡിയാക്കി പോയി. അല്ല ഒന്നും വേണ്ട. നീ കൂട്ടുണ്ടാക്കി പോയി. അഗ്രത കാണിക്കടാ. ഞാൻ കുഴപ്പത്തിൽ വരാം. പോയിട്ടോ. ഓക്കെ കൂട്ട് റെഡിയാക്കി വെക്കണേ. അച്ഛൻ ഇങ്ങനെ സ്ലോ മോഷൻ അടിക്കണമെന്ന് പോച്ചാ. കോഴിയെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ദയവേത് ഞാൻ വരുമ്പോ ഇവിടെ കാണരുത്. എവിടെയെങ്കിലും പൊയ്ക്കോണം. നിന്റെ ഉദ്ദേശം പറഞ്ഞു കേട്ടാ. അല്ലെങ്കിൽ കോഴിയുടെ പൂട പിന്നും പോലെ നിന്റെ മുടി ഞാൻ പിന്നും. ഉറപ്പാ.
കോഴിയെ പിടിച്ചോണ്ടത് ആരുടെ കോഴി? നമ്മുടെ കോഴി. ഇതാ? ആ ഇത് നേരത്തെ കണ്ട കോഴിയല്ലല്ലോ. നേരത്തെ കോഴി? നേരത്തെ കണ്ട കോഴി ഇതൊന്നുമല്ല, വേറെ കോഴിയല്ലായിരുന്നോ? ആര് പറഞ്ഞു ഇത് ഈ കോഴി തന്നെ? ഇതേ കോഴി, ഈ കോഴി തന്നെ. അത് ഈ കളറല്ലായിരുന്നേ. അത് ഓടിയപ്പം കളർ മാറിയായിരിക്കും. എന്ത് കുഴപ്പം? പറയാൻ പറ്റത്തില്ല, ആ തൂലൊക്കെ ഒഴിഞ്ഞു പോയെങ്കിൽ. അതേ കോഴി, നല്ല ഇണക്കമുണ്ട്. ചേട്ടാ ഇവിടെ ഇങ്ങോട്ട് തിരി. ആലോചിച്ചിട്ട് അവിടെ നിന്ന് കോഴിനെ എടുത്തോണ്ട് പോയത്? അവിടെ നിന്ന് കോഴിനെ ആലോചിച്ചിട്ട് എടുത്തോണ്ട് പോയത്? എടാ ഞാൻ പൈസ ഇട്ട് വെച്ച കോഴിയെ എടുക്ക, ഞാൻ ആട് ചോദിക്കണോടാ. അത് ഏട്ടൻ മേടിച്ച കോഴി അല്ലെങ്കിൽ ഇത് എന്റെ കോഴിയാണത്. നിന്റെ കോഴി? ആ പിന്നെ എന്നാ നിന്റെ കോഴി? നീ കോഴിക്ക് പേരിട്ടോ? എന്താണ് കോഴിക്ക് പേര് കോഴി എന്നാണ്. ആ ചേട്ടന്റെ അവിടെയൊക്കെ പേര് മാറ്റി ഇടുവോ? എന്റെ കോഴിയുടെ പേര് അതല്ല. ആ പിന്നെന്നാ? എന്റെ കോഴിയുടെ പേര് സംസ്ഥാനം. ചേട്ടന്റെ സംസ്ഥാനം അതൊക്കെ അവിടെ ചെയ്യുന്നുണ്ട്. ഇത് എന്റെ കോഴിയാണ്, ഇങ്ങോട്ട് തന്നെ. എന്റെ കോഴി ആണിത്. ഒന്നില്ലെങ്കിലോ? ചേട്ടാ കളിക്കാതെ കോഴി ഇങ്ങോട്ട് തന്നെ. എന്ത് നോക്കണത്? കോഴിനെ തറങ്ങിട്ട് തന്നില്ലെങ്കിലോ? തന്നില്ലേ കോളേജിൽ നിന്ന് ആലോചിക്കും. ഞാൻ കേട്ടല്ലോ എന്റെ സ്വഭാവം ശരിയല്ല കേട്ടല്ലോ. അത് കോഴിയെ കൊടുക്ക്. എന്റെ സ്വഭാവം എന്താ ചേട്ടാ ഇവിടെ? നിനക്ക് എന്റെ സ്വഭാവം അറിയടാ. ചേട്ടന്റെ സ്വഭാവമൊക്കെ ഇതൊക്കെ ഇവിടെ കാണിച്ചാൽ മതി. ഞങ്ങൾക്ക് വന്ന് കാണിക്കാം. മുട്ട പാല് വിട്ടുപാലൊക്കെ വീട്ടിൽ നിന്ന് വെച്ചാൽ മതി. കോഴി അവിടെ കൊടുക്കുമല്ലോ, അയാളുടെ കോഴിയല്ലേ? ഇങ്ങോട്ട് ചേട്ടാ കോഴിയാ. എന്തിന് ഒന്നുകൂടെ പുറത്ത് വിടാൻ? ചേട്ടാ കളിക്കാതെ കോഴി എന്റെ സ്വഭാവം മാറുകയാണല്ല. ചേട്ടാ എന്നെ നോക്കിപ്പഴിക്കാതെ കോഴി വാങ്ങിട്ട് കളിക്കാതെ. മുട്ട പാലൊക്കെ പിന്നെ അതാ പോയി ചേട്ടാ. എന്താടാ പിന്നെ? കളിക്കാതെ കോഴി ചേട്ടാ. എന്താടാ പിന്നെ? എനിക്ക് കോഴി കിട്ടാൻ വേണ്ടി അച്ഛൻ വേണം 7 അച്ഛൻ വരെ പോയി. എന്താടാ പിന്നെ? കോഴി ഇത് നമ്മളെ കോഴിയല്ല, ഇത് അയാളുടെ കോഴിയായിരിക്കും. ഇതേ നോക്ക്. അല്ല നമ്മുടെ കോഴി അല്ലടാ, ഈ കളറല്ലായിരുന്നു. നമ്മുടെ കോഴിയമ്മ. ഞാൻ പറഞ്ഞില്ലേ അമ്മയെ കൊണ്ട് കൊടുക്ക് കോഴി. ഈ കളറല്ല, വേറെ കളറായിരുന്നു. എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് ഇതെന്റെ കോഴിയാണ്. പക്ഷേ ഇത് എന്റെ കോഴിയാണ്. താൻ പോയടാ. എന്റെ ഫാമിലി പറഞ്ഞുണ്ട് നിന്നെ ഞാൻ വെറുതെ വിടണം. തനിക്കുള്ള ഞാൻ തന്നോളാം പണി കേട്ടാ. പോടാ, ഇതിനുള്ള താൻ അനുഭവിക്കും. നീ നശിച്ചു പോവും. ഈ കോഴി നീ കറി വെച്ച് കഴിച്ചാ നീ കിടക്കും. ഇതിനുള്ള ഞാൻ തന്നിരിക്കും. പോടാ. കോഴിയുടെ വലുത് അച്ഛനാ വലുത്. തല്ലോടെ അയാള്. കുട്ടമ്പിള്ളയുടെ പോലെ നാളൊരു കാലത്ത് നമ്മളെ കോഴിയെ തെളിഞ്ഞു കഴിഞ്ഞാ ഞാൻ നീ വീണ്ടും പുറത്തിറങ്ങി ആ പെടല്ലേ? ടീഷർട്ട് വലിച്ചെറിയ. ഇതിൽ ഓവറായില്ല. എന്തിനും ടീഷർട്ട് വലിച്ചെറിയ. നിന്റെ കോഴി. എടാ ഒരു കോഴിയെ വാങ്ങിക്കുമ്പോ അതിനെ പിന്നാനുള്ള ആഗ്രഹം കാണൂലടാ. കൊണ്ടടാ ഞാൻ വലിച്ചു. എന്റെ ടീഷർട്ട് അത് വല്ലവന്റെ കോഴിനല്ല കഴിക്കേണ്ടത്. നേരത്തെ പറന്നുപോയ കോഴിയെ പിടിച്ച് കറി വെച്ച് കൊടുക്കും കൊച്ചിന്. കോഴി കഴിക്കാതെ കുടിക്കരുത്. 100 രൂപ എടുത്ത് കൊടുക്കും. നിന്റെ ഇങ്ങോട്ട് നോക്കടാ, അങ്ങോട്ട് നോക്കടാ. കുറച്ച് അരിയിട്ട് കൊടുക്ക. അരിയിട്ട് കൊടുക്ക. പിന്നെ ഇപ്പൊ വരും. വാ. പോയി പിടിയടി. അമ്മാ അയ്യോ കോഴി കോഴിയാ? എനിക്ക് ഓട്ടിന്റെ കൊണ്ടേ കയറണം. മുമ്പിൽ വന്നിരിക്കണ
എവിടെയെങ്കിലും പോയി ജീവിക്കട്ടെ. ഇട്ടരേ.